ഈ വീഡിയോനകത്ത് നമുക്ക് എന്താണ് ലിസ്റ്റ് ടാഗുകൾ എന്ന് നോക്കാം. സോ 3 തരത്തിലുള്ള ലിസ്റ്റ് ടാഗുകളുടെ HTML-നകത്ത് ഒന്ന് ഓർഡേർഡ് ലിസ്റ്റ്, ഒന്ന് അൺഓർഡേർഡ് ലിസ്റ്റ്, പിന്നെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. സോ ഈ 3 ടാഗുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ ഇതിലുള്ള സ്റ്റൈലിങ്ങിൻ്റെ ഓപ്ഷൻസ് നോക്കാം. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ വെബ് പേജിൽ തന്നെ നമ്മൾ ലിസ്റ്റ് ടാഗുകൾ ആഡ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. സോ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ പേജ്. ഇനി ഇതിനകത്ത് ഓരോ മൂവീസിൻ്റെയും കുറച്ച് ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യാം. അതായത് ഈ സിനിമയിലത്തെ ഡയറക്ടർമാരെ, ആക്ടേഴ്സ്, ആ ഡീറ്റെയിൽസ് നമുക്ക് ഓരോ സിനിമയിലും ആഡ് ചെയ്യാം. ഓക്കെ, സോ അതിന് ഏറ്റവും ബെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടാഗാണ് ലിസ്റ്റ് ടാഗുകൾ. സോ ലിസ്റ്റ് ടാഗുകൾ 3 ടൈപ്പിലുള്ള ലിസ്റ്റ് ടാഗുകൾ ഉണ്ട്. ഒന്ന് ഇതേപോലെ തന്നെ ബുള്ളറ്റ് പോയിന്റ് ഒക്കെ വരുന്ന ലിസ്റ്റുകൾ, അതിനെ അൺഓർഡേർഡ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതേപോലെ നമ്പേഴ്സ് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ഉണ്ടാക്കാം. അതിനെ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയും. പിന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻസ് എഴുതാൻ പറ്റും. അതായത് ഒരു ബുക്സിൽ നമുക്ക് പേജിന്റെ ഡെഫിനിഷൻ കൊടുക്കണമെങ്കിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതേപോലെ ഒരു വേർഡ് അതിന്റെ ഡെഫിനിഷൻ, ഒരു വേർഡ് അതിന്റെ ഡെഫിനിഷൻസ്, ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് കൊടുക്കാൻ പറ്റും. സോ ഫസ്റ്റ് നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റ് നോക്കാം. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാഗ് UL എന്ന് പറഞ്ഞ ടാഗ് എന്നായിരിക്കും തുടങ്ങുക. സോ നമുക്ക് ഇവിടെ ഇതിൻ്റെ അടിയിൽ ഒരു UL എന്ന് പറഞ്ഞ ടാഗ് ഇടാം. എന്നിട്ട് അതിൽ ഓരോ ഐറ്റവും, അതായത് ഇതിൽ ഓരോ ബുള്ളറ്റിൻ്റെ ഓരോ ഐറ്റവും LI എന്ന് പറഞ്ഞ ടാഗിനകത്ത് ഇട്ട് കൊടുക്കണം. ഫോർ LI എന്ന് പറഞ്ഞ ടാഗിനകത്ത് നമുക്ക് ഈ ആവേശത്തിൽ ഫസ്റ്റ് ഡയറക്ടറിൻ്റെ ഇൻഫോർമേഷൻ കൊടുക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ റൈറ്ററിൻ്റെ ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ നമുക്ക് സിനിമയിലത്തെ സ്റ്റാർസ് ഇവിടെ കൊടുക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ബുള്ളറ്റ് ലിസ്റ്റിൽ ഇത്രയും ഇൻഫോർമേഷൻസ് വന്നു. സോ ഇത് തന്നെ നമുക്ക് എല്ലാ മൂവീസിലും കൊടുക്കാം. മഞ്ഞുമ്പൽ ബോയ്സിലും കൊടുക്കാം, പ്രേമലുവിലും കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കിട്ടി. ഓക്കെ, സോ ഇതാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. അൺഓർഡേർഡ് ലിസ്റ്റിന് പോലെ തന്നെ ഓർഡേർഡ് ലിസ്റ്റ് നമുക്ക് കൊടുക്കണമെങ്കിൽ UL-ന് പകരം നമുക്ക് OL എന്ന് കൊടുത്താൽ മതി. ഇതിനെ ഓർഡേർഡ് ലിസ്റ്റ് ആയിട്ട് വരും. സോ ഈ ഓർഡേർഡ് ലിസ്റ്റിൽ നമുക്ക് ഈ 1, 2, 3 എന്ന് പറയുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ABC പിന്നെ റോമൻ ലെറ്റേഴ്സ് അങ്ങനെ കൊടുക്കാൻ പറ്റും. സോ അതിനിവിടെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ടൈപ്പ് കൊടുക്കുന്നതിനനുസരിച്ച് 1 കൊടുത്തു കഴിഞ്ഞാൽ 1, 2, 3 കിട്ടും, A കൊടുത്തു കഴിഞ്ഞാൽ ABC കിട്ടും. അങ്ങനെ പല ടൈപ്പുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ടൈപ്പ് ഈസ് ഈക്വൽ ടു A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ABC ആയി. ഇനി റോമൻ ലെറ്റർ വേണമെങ്കിൽ ക്യാപിറ്റൽ I കൊടുക്കാം, അപ്പോൾ 1, 2, 3 ആയി. സ്മോൾ ലെറ്റർ I കൊടുത്തു കഴിഞ്ഞാൽ സ്മോൾ 1, 2, 3 ആയി. അങ്ങനെ സ്മോൾ ലെറ്റർ A കൊടുത്തു കഴിഞ്ഞാൽ സ്മോൾ ABC. ഇങ്ങനെ നമുക്ക് ഇതിന് ടൈപ്പ് കൊടുക്കാൻ പറ്റും. സോ അത് ഓർഡേർഡ് ലിസ്റ്റിൻ്റെ കാര്യമാണ്. അൺഓർഡേർഡ് ലിസ്റ്റിന് ഇതേപോലത്തെ ഡോട്ടിന് പകരം വേറെ കുറച്ച് സിമ്പിൾസ് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ സ്റ്റൈൽ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. അതായത് ഫോർ എക്സാമ്പിൾ ഈ സ്റ്റൈൽ ഡോട്ട് CSS-നകത്ത് ഈ UL-നെ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ്, അതിനകത്ത് പലതരം ഉണ്ട്. കണ്ടോ, സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് സ്ക്വയർ ആയിട്ട് വരും. ഡെസിമൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് 1, 2, 3 ആവും. അതായത് അൺഓർഡേർഡ് ലിസ്റ്റിനെ ഓർഡേർഡ് ലിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും നമുക്ക് വേണമെങ്കിൽ ഈ ലിസ്റ്റ് ടൈപ്സ് കൊടുക്കാൻ പറ്റും. നൺ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ലിസ്റ്റാണ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. അത് DL എന്ന് പറഞ്ഞ ടാഗ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. അതിനകത്ത് DT പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിൻ്റെ ടൈറ്റിൽ, അതുപോലെ തന്നെ DD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻസ്. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ UL-LIൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് കൊണ്ടിടാം. ഇവിടെ ടൈറ്റിൽ ഡയറക്ടർ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഇടാം. അതുപോലെ തന്നെ റൈറ്റർ ടൈറ്റിൽ, അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് റൈറ്ററിൻ്റെ പേരിടാം. അതുപോലെ തന്നെ സ്റ്റാർസ് ടൈറ്റിൽ, അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് സ്റ്റാർസിൻ്റെ പേരിടാം. ഓക്കെ, സോ നമുക്ക് മറ്റേ ലിസ്റ്റ് എടുത്ത് കളയാം. സോ നോക്കുവാണെങ്കിൽ ഇത് ഡിസ്ക്രിപ്ഷൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിസ്റ്റ് നെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അതായത് ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ വേറെ ലിസ്റ്റ് നമുക്ക് ഇടാൻ പറ്റും. അതായത് ഈ ഒരു കേസിൽ ഈ സ്റ്റാർസ് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്കൊരു സാധാരണ അൺഓർഡേർഡ് ലിസ്റ്റ് ആക്കാം. അതായത് ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് എടുക്കാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ ഈ DDക്കകത്ത് ഒരു UL ഇടാം, എന്നിട്ട് അതിൻ്റെ അകത്ത് LIക്കകത്ത് ഇതൊരോന്നും കൊടുക്കാം. ഓക്കെ, സോ ഈ ഒരു DDക്കകത്ത് ഫുള്ള് ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. സോ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർസിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ളതിലും ചെയ്യാം. സോ നമ്മുടെ ലിസ്റ്റൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ ലിസ്റ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിലോ വലിയ രീതിയിലോ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് CSS ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്ത് നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ പറ്റും. സോ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് കുറച്ച് സ്പേസിംഗ് ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ സോ നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റൈൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ UL-നകത്ത്, അതായത് DDക്കകത്ത് വരുന്ന UL-നകത്ത് മുകളിലും താഴെ മാർജിൻ ഉണ്ട്. മുകളിലും താഴെ 16 പിക്സൽ മാർജിൻ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എടുത്തളയാം. DDക്കകത്തുള്ള UL-നകത്ത് മാർജിൻ വേണ്ടാന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ DDക്കകത്തെ UL-നകത്തെ മാർജിൻ ടോപ്പ് 0, മാർജിൻ ബോട്ടം 0 കൊടുത്താൽ മതി. ഇനി UL-നകത്തെ ഈ ലിസ്റ്റ് ടൈപ്പ് നന്നാക്കി കഴിഞ്ഞാൽ ഈ കുത്തും പോയി കിട്ടും. ഓക്കെ, സോ ഇവിടെ ഇത്തിരി കൂടി സ്പേസിംഗ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഈ UL-ൽ ലെഫ്റ്റിൽ ഒരു 40 പിക്സൽ പാഡിങ് കിടപ്പുണ്ട്. അതാണ്. ഓക്കെ, സോ പാഡിങ് ലെഫ്റ്റും നമുക്ക് 0 കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് അറേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ലിസ്റ്റ് ടാഗുകൾ. സോ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ.
നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ആങ്കർ ടാഗ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.